ആയുർജീവനത്തിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കാറ്ററാക്ട് അല്ലെങ്കിൽ തിമിരം. നമ്മുടെ കണ്ണിലെ ലെൻസ് ഒപ്പേക്ക് ആകുമ്പോൾ കണ്ണിലോട്ടുള്ള ലൈറ്റിൻ്റെ എൻട്രി, അതായത് നമ്മുടെ കണ്ണിൽ പ്രകാശം പതിക്കുന്നത് തടസ്സപ്പെടുമ്പോഴാണ് കാറ്ററാക്ട് ഉണ്ടാകുന്നത്. തിമിരത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യം ബ്ലേർഡ് വിഷൻ അല്ലെങ്കിൽ നമുക്കിങ്ങനെ പാട പോലെ സാധനങ്ങൾ കാണുന്നത് ഉണ്ടാവും. പിന്നെ ഡബിളായിട്ട് പ്രതിരൂപത്തിൽ കാണും, ഡബിൾ വിഷൻ എന്ന് പറയും, ഒന്ന് തന്നെ നമുക്ക് രണ്ടായിട്ട്. പിന്നെ നമുക്കൊരു സാധനം നോക്കുമ്പോൾ അതിലേക്ക് ശരിക്കും ഒന്ന് ഫോക്കസ് ചെയ്യാനൊരു ബുദ്ധിമുട്ട് വരും. അതും ഈ തുടക്കത്തിലുള്ള ലക്ഷണങ്ങളാണ്. പിന്നെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടാവും ചിലരുടെ കണ്ണിൽ. പിന്നെ ഒരു ഗ്രേഷ് വൈറ്റ് ഡിസ്കളറേഷൻ, അതായത് ചാര നിറം അല്ലെങ്കിൽ ഒരു വെളുപ്പ് നിറം കണ്ണിന് വരും. പിന്നെ അതുകൂടാണ്ട് നമുക്ക് സന്ധ്യാസമയങ്ങളിൽ നല്ല പകൽ വെളിച്ചത്തിൽ കാണുന്നതിനെക്കാട്ടി വൃത്തിയായിട്ട് നമുക്ക് സാധനങ്ങൾ കാണും. അത് ഈ തിമിരമുള്ളവർക്ക് മാത്രമാണ് അങ്ങനെ പറ്റണത്. പിന്നെ അതുകൂടാണ്ട് നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നല്ല പകൽ വെളിച്ചത്തിൽ നിൽക്കുമ്പോഴോ ഈ തിമിരം ബാധിച്ചവരുടെ കണ്ണിൽ ഒരു ഗ്ലെയർ എപ്പോഴും കാണും. ഇതൊക്കെയാണ് തിമിരത്തിൻ്റെ ലക്ഷണങ്ങൾ. തിമിരത്തിന് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന 1-2 കൊച്ചു റെമഡീസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ആദ്യമായിട്ടൊരു ഡ്രിങ്ക്, ഒരു നേരമെങ്കിലും കുടിച്ചിരിക്കേണ്ട ഒരു ഡ്രിങ്കാണ് തിമിരമുള്ളവർക്ക്. അതിന് ബദാമുണ്ട്, പെപ്പറുണ്ട്, ഹണിയുണ്ട്. ഇത് മൂന്നുമാണ് ഇതിൻ്റെ കണ്ടൻസ്. 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളം ആദ്യം എടുക്കുക. അതിലേക്ക് ഇത് ബദാം പൊടിച്ചതാണ്, ഒരു 7-8 എണ്ണം, അതായത് ഒരു ഫുൾ ടീസ്പൂൺ വരും. 1 ടീസ്പൂൺ ബദാം പൊടിച്ചതും 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടിച്ചതും. പിന്നെ തേന് നമുക്ക് രുചിക്കനുസരിച്ചാണ്, മിനിമം 1 ടീസ്പൂൺ എങ്കിലും വേണം, 1 അല്ലെങ്കിൽ 2 ടീസ്പൂൺ ഒഴിച്ചോളൂ. തേനും കുരുമുളകും ബദാമും കൂടി ചേർന്നിട്ടുള്ള ഡ്രിങ്കാണിത്. വെറും ചൂടുവെള്ളത്തിൽ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഡ്രിങ്ക്. തിമിരം പോകാനായിട്ട് ഒരു നേരമെങ്കിലും ഇത് കുടിക്കുന്നത് നല്ലതാണ്. തിമിരത്തിനുള്ള മറ്റൊരു പരിഹാരം പാലക് ചീര, അതായത് സ്പിനാഷ്, അത് കഴിക്കുന്നതാണ്. കാരണം പാലക് ചീരയിൽ നിറയെ ബീറ്റ കെരോട്ടിൻ ഉണ്ട്. ഈ ബീറ്റ കെരോട്ടിൻ നമ്മുടെ കാഴ്ചശക്തിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ പാലക് ചീര എത്രത്തോളം കഴിക്കുന്നോ അത്രത്തോളം നല്ലതാണ്. അത് പച്ചയ്ക്ക് വേവിച്ച് ഒന്ന് ചതച്ച് അതിങ്ങനെ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ കഴിക്കുന്നത്, ഒരു 3 നേരമെങ്കിലും അങ്ങനെ കഴിക്കുന്നത് നല്ലതാണ്. ഇത് പാലക് ചീര, ഒരു പിടി പാലക് ചീര വേവിച്ച് ചതച്ച് വെച്ചിരിക്കുന്നതാണ്, ബോയിൽഡ് ആൻഡ് ക്രഷ്ഡ് സ്പിനാഷ്. ഇത് ഏത് രൂപത്തിലെങ്കിലും ഒരു 3 നേരം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് തിമിരം കുറയ്ക്കുന്നതിന് നല്ലതാണ്. തിമിരത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചവയ്ക്കാൻ പറ്റുന്ന ഒരു മിശ്രിതമാണ് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അത് തക്കോലവും മല്ലിപ്പൊടിയും ബ്രൗൺ ഷുഗറും കൂടിയിട്ടുള്ളൊരു മിക്സ്ചറാണ്. തക്കോലം നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ പട്ടയും ഗ്രാമ്പും പോലെ തന്നെ നമ്മുടെ മസാലയിലിടുന്ന ഒരു പൂ പോലെ ഇരിക്കുന്നതാണ് തക്കോലം. ഈ 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ, എങ്ങനെയാണ് നമ്മുടെ ആവശ്യം പോലെ, ഇതിൻ്റെ പ്രപ്പോർഷൻ മാത്രം ഞാൻ പറയാം. ഇത് തക്കോലത്തിൻ്റെ പൊടിയാണ്. ഇതൊരു 2 ടീസ്പൂൺ ഞാനിപ്പോൾ ഇട്ടു. ഇത് മല്ലിപ്പൊടി 2 ടീസ്പൂൺ. പിന്നെ ഇത് ബ്രൗൺ ഷുഗറും ഇപ്പോൾ കടകളിലൊക്കെ കിട്ടും. നമ്മുടെ ഷുഗറിനെക്കാട്ടും കുറച്ചുകൂടി ഒരു ക്രിസ്പി ആയിരിക്കും. ഇതിങ്ങനെ മിക്സ് ചെയ്ത്, മധുരമുണ്ട്, പഞ്ചസാര പോലെ തന്നെ മധുരമുള്ളതാണ്, പക്ഷെ കുറച്ചുകൂടെ ഹെൽത്തിയാണ് ബ്രൗൺ ഷുഗർ. ഇത് മൂന്നും കൂടിയിട്ടുള്ള മിക്സാണ്, അതായത് തക്കോലം അല്ലെങ്കിൽ ആനിസീഡ് പൗഡർ, മല്ലിപ്പൊടി, ബ്രൗൺ ഷുഗർ, ഇത് മൂന്നും കൂടിയിട്ടുള്ള ഒരു മിക്സാണിത്. ഇതിങ്ങനെ പൊടിയാണ്, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വായിലിട്ട് ചവയ്ക്കാം. ഇത് കാറ്ററാക്റ്റിൻ്റെ ഇൻറ്റൻസിറ്റി നന്നായിട്ട് റിഡ്യൂസ് ചെയ്യും.